ഹായ്. വലിയ ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു നല്ല ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഹൃതിക് റോഷൻ പ്രധാന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള സിനിമയാണ് 'ഫൈറ്റർ'. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഇത്തരത്തിലുള്ള ഈ ഒരു സബ്ജക്റ്റ് ഒരുപാട് തവണ കണ്ടതിന്റെ ഒരു മടുപ്പ് മാറ്റി നിർത്തിയാൽ ഒരു പക്കാ കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ് ചിത്രം. പിന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ദീപിക പദുക്കോൺ, പിന്നെ അതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വില്ലൻ, ആ വില്ലന് കൊടുത്തിരിക്കുന്ന ഒരു ഒരു ആർക്ക്, അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവർ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള സിനിമ കാണുക പറയുമ്പോൾ ഒരു ഒരു അതൊരു പക്ക റിപ്പബ്ലിക് റിലീസൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സിനിമയാണ്. പക്ഷെ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ആ ഒരു ഗൂസ് ബംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചതിൽ ചില ഭാഗങ്ങൾ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു 80% അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഇമോഷനും ഗൂസ് ബംസും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരു കണ്ണ് നിറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക്. അതായത് ഒരാളുടെ സാഹചര്യം ഒട്ടും മനസ്സിലാക്കാത്ത ഒരു വ്യക്തി ഇപ്പോഴെങ്കിലും അയാൾ ഇയാളുടെ സാഹചര്യം മനസ്സിലാക്കിയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തി ഇയാളുടെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ നമുക്ക്. അങ്ങനത്തെ സ്ഥലങ്ങളാവട്ടെ, അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഒരു വികാരം, ആ വികാരം യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ചില സംഭവങ്ങൾ ഉണ്ട്. അത് തിരിച്ചടിക്കുമ്പോൾ, അതായത് മറ്റുള്ള രാജ്യങ്ങളോടാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ യുദ്ധം ചെയ്യുന്ന സമയത്താവട്ടെ, നമ്മുടെ രാജ്യം എന്നുള്ളൊരു ഫീല് കൊണ്ടുവരുന്നിടത്തൊക്കെ ഒരു ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ടുണ്ട് സിനിമ. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു സെയിം സംഭവങ്ങൾ തന്നെയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ, അവർ തമ്മിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അവരുടെ ഒരു സ്പൈ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്നു, നമ്മുടെ ഒരു സ്പൈ അവരുടെ ഇടയിൽ ഉണ്ടാവുന്നു. അങ്ങനത്തെ അത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. നമ്മൾ കുറെ കണ്ടിട്ടുള്ള ക്ലീശ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ മറ്റ് സിനിമകളെ അപേക്ഷിച്ച്, ഇപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ പത്താൻ പോലുള്ള സിനിമകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള, ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് എല്ലാ ആക്ടേഴ്സിൽ നിന്നും ഇതിന്റെ സ്ക്രീൻ പ്ലേയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്. അതൊരു ഒരു എയർഫോഴ്സും ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ നായകൻ ഇയാൾ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് വെറുതെ ഇട്ട് തരില്ല. അവിടെ ലീഗലി എന്താണോ വേണ്ടത്, ആ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സംഭവമാണ്. നായകൻ വലിയ സംഭവമായിട്ട് കൊടുക്കാതെ നായകനെ കുറ്റപ്പെടുത്തേണ്ട സമയത്ത് കറക്റ്റായിട്ട് കുറ്റപ്പെടുത്തി, അയാളെ കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത്, ഇവിടെ മുകളിലുള്ള ഹയർ ഒഫീഷ്യൽസിന്റെ വാക്കുകൾക്ക് വില കൊടുത്ത് അത്തരത്തിൽ ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ ഒരു 90% തിരക്കഥക്ക് പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു പക്ഷേ ഒരു ഒരു അല്പമെങ്കിലും കൂടുതൽ ഓവറായിട്ട് അവിടെ നായകൻ റിയാക്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൂടുതലായിട്ട് കൊടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ, ഒരു നായകൻ എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നുമ്പോഴും ഇത്തരത്തിലുള്ള കഥ എടുക്കുമ്പോൾ അത് വലിയൊരു അരോചകമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ അതിനൊക്കെ വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപിക പദുക്കോൺ വരുമ്പോൾ ഒരു BGM, അതുപോലെ ഇതിലുള്ള സോങ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ വന്ദേ ഭാരതം പോലുള്ള സംഭവങ്ങൾ, അതൊക്കെ ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ കണ്ണ് നിറയുന്ന എലമെന്റ്സ് ഒരു 3-4 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ഭയങ്കര, എന്താ പറയാ, ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ദീപിക അച്ഛനും അമ്മയായിട്ട് വരുന്ന ഒരു അച്ഛന്റെ അമ്മയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ സംഭവമുണ്ട്. അതുപോലെ ക്ലൈമാക്സിന്റെ കുറച്ചു മുമ്പായിട്ട് വരുന്ന ഹൃതിക് റോഷന്റെ ക്യാരക്ടർ കരയുന്ന ഒരു സീനുണ്ട്. അത് കൂട്ടുകാരന്റെ വൈഫിന്റെ മുമ്പിൽ നിന്നിട്ട് കരയുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ചായി. അപ്പൊ അത്തരത്തിലൊക്കെ ആ ഒരു സ്ക്രിപ്റ്റിന് നമ്മളെ അതിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പുൽവാമ പോലുള്ള സംഭവങ്ങളുടെ ഒരു വശം ഒരു പരിധിവരെ അത് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചടിക്കണം, റിവെഞ്ച് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ഇത് കിട്ടിയതിന് അത് സഹിച്ചു നിന്നാൽ പോരാ, നമ്മൾ പോയി റിവെഞ്ച് ചെയ്യണം എന്ന് തോന്നുന്ന സംഭവങ്ങൾ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഫീലിങ്സ്, അതൊക്കെ എല്ലാം കൊണ്ടും, ബാക്ക്ഗ്രൗണ്ടും ആ സമയത്തുള്ള അവരുടെ ആക്ടിങ്ങും, അങ്ങനെ എല്ലാം കൊണ്ടും അതൊരു ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഫീല് തരാൻ തിരക്കഥക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹൃതിക് റോഷനിലേക്ക് വരുമ്പോൾ ആകെ തോന്നിയ ഒരു സംഭവം, അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ പഴയ അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ അത്തരത്തിലൊരു എനർജി ഫീൽ ചെയ്തില്ല. ഇങ്ങനെ നമ്മൾ ചാടി ചാടി നിൽക്കാന്ന് പറയില്ല, അത്തരത്തിലൊരു എനർജി ഫീൽ ചെയ്തില്ല. അത് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ അല്ല, പക്ഷെ ആ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ കൺട്രോൾഡ് ആക്കി ചെയ്യാന്ന് പറഞ്ഞില്ല, നമ്മുടെ ഹയർ ഒഫീഷ്യൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ, അങ്ങനെ അഴിഞ്ഞാടാൻ സമ്മതിക്കാതെ, ആ കഥാപാത്രം ഇങ്ങനെയാണ്, അയാളുടെ റാങ്ക് അനുസരിച്ച് അയാൾ ഇത്ര വരെ പോയാൽ മതി എന്നുള്ള ഒരു ലിമിറ്റ് സംവിധായകൻ കൊടുത്തിട്ടുള്ള പോലെ ഫീൽ ചെയ്തു. അത് കുറച്ചുകൂടെയൊക്കെ പെർഫോമൻസ് വൈസ് കുറച്ചുകൂടി ഒരു എനർജി വരാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എനിക്ക് മാത്രം തോന്നിയതായിരിക്കും, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സോ മൊത്തത്തിൽ കണ്ടിരിക്കാവുന്ന നല്ലൊരു ഒരു പടമാണ്. ഒരു വൺ ടൈം വാച്ചുള്ള ആയിട്ടുള്ള സിനിമയാണ്. കുറേ നേരം ഇരുന്ന് കാണാനൊന്നുമില്ല. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇതിലെ CG വർക്കൊക്കെ
ഗംഭീരമാണ്, അങ്ങനെ തന്നെ വേണം പറയാൻ. ഒരു ഇന്ത്യൻ സിനിമയെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ഹോളിവുഡ് സിനിമയും ആ ലെവലൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു എയർഫോഴ്സും ആ ഒരു ജെറ്റ് വിമാനങ്ങളും മറ്റ് ഹെലികോപ്റ്ററും കാര്യങ്ങളും ഇതിലൊക്കെ ചെയ്തിരിക്കുന്ന CG വർക്ക് ഭയങ്കര മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. ആ എയറിലുള്ള കുറേ സീക്വൻസ് ഉണ്ട്, അതൊക്കെ എന്താ പറയാ, നമുക്ക് ഭയങ്കര ക്ലാരിറ്റിയിൽ അത് ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പറയില്ല, അത്തരത്തിൽ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ടൈമിലുള്ള ഋത്തിക് റോഷൻ ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്തുള്ള കുറേ സംഭവങ്ങളുണ്ട്, പ്രത്യേകിച്ച് എന്താ പറയാ, ഈ സ്ലോ മോഷൻ ആയിട്ട് കാണിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു എന്താ പറയാ, എബോ ആവറേജ് അല്ല, ഒരു 8/10 ഒക്കെ നമുക്ക് കൊടുക്കാൻ തോന്നുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ കണ്ടിട്ടുള്ള ആളുകളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ അഭിനയത്തിലേക്ക് വരുമ്പോഴെങ്കിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ വില്ലൻ റോൾ ചെയ്തിട്ടുള്ള ആള്, അതുപോലെ പേരെനിക്കറിയില്ല, പിന്നെ ഇദ്ദേഹത്തിന്റെ ടീമിലുള്ള 2 പേരുണ്ട്, അതായത് പാകിസ്ഥാനിൽ പോയി കുടുങ്ങുന്ന 2 പേര്, പിന്നെ ദീപിക, പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഋത്തിക് റോഷൻ, പിന്നെ ഹയർ ഒഫീഷ്യൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒന്നും പേര് കിട്ടാത്തതുകൊണ്ടാട്ടോ അതിന്റെ ഇപ്പോൾ ആനിമലിലെ അദ്ദേഹത്തിന്റെ അച്ഛൻ, അല്ലെങ്കിൽ ചന്ദ്രലേഖയിലെ മറ്റേ ലാലേട്ടന്റെ പകരം ഒരു ഭ്രാന്തനായിട്ട് വരുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ, പേര് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. സോ അറിയുന്നവർ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിട്ടുള്ള ആളുകളുടെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞ പോലെ 8/10 കാണാം. കാണുന്നവരെ